ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ കാലങ്ങളായി ഒരു 6 മാസത്തിലും കൂടുതലായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണം, അത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകളെ മലയാളികൾ അല്ലാത്തതും വ്യത്യസ്ത മതവിഭാഗത്തിൽ പെട്ട ആൾക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആൾക്കാരും വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു വലിയ ദൗത്യം നിർവഹിച്ചിട്ടുള്ള ഈ ഒരു സമയം മമ്മി ആൻഡ് മീ എന്ന ചാനലിൽ കൂടി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുക എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടുന്ന മലയാളി സമൂഹത്തിനും ലോക ജനതയ്ക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ സൗദി ജയിലിലുള്ള അബ്ദുൾ റഹീമിനായിട്ട് 34 കോടി രൂപ നമ്മൾ ശേഖരിച്ചു. അതിൽ കുറേ സംഘടനകളുണ്ട്. അപ്പോൾ ഇതിന് മുൻപന്തിയിൽ ഇറങ്ങിയിട്ടുള്ള സൗദിയിലെ ഓരോ വിവിധ സംഘടനകളുണ്ട്. ജാതി മത കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും മുന്നോട്ടിറങ്ങി ആ അമ്മയുടെ കണ്ണീരിന്, അല്ലേ, ഒരു മകൻ ഈ ലോകത്ത് ഇല്ലാതെയാവുകയാണ്. അമ്മയ്ക്ക് അറിയാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ മകന് ഒരു കൊലക്കയർ വിധിക്കപ്പെട്ടവനാണ്, അവൻ മരിക്കും, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? അങ്ങനെയൊക്കെയുള്ള അമ്മമാരുടെ മനസ്സ് എപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അമ്മയുടെ കണ്ണീര് ഒപ്പിക്കുകയാണ് എല്ലാവരും കൂടി നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ബോബി ചെമ്മണ്ണൂർ. കുറേ അധികം ബിസിനസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോരോ റീൽസും ഇതൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാർ, ഈവൻ ഞാനും വിചാരിച്ചിട്ടുണ്ട്, എന്താ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് എന്തൊക്കെ കോമാളിത്തരമാണ് ഇയാൾ ഈ കാണിക്കുന്നത്, അല്ലേ, നമ്മളെല്ലാവരും വിചാരിക്കില്ലേ. പക്ഷേ ഞാൻ എന്നോട് തന്നെ കുറേ അധികം സോറി പറഞ്ഞു. എന്തിനെന്നറിയോ? ഇയാളെന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചില്ലേ, ഞാൻ എന്നല്ല, എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു 10 ദിവസം കൂടിയല്ലോ ആ ബ്ലഡ് മണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ റഹീമിനെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് വിധിച്ചത് കൊലക്കയറാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ബോബി ചെമ്മണ്ണൂർ എന്ത് ചെയ്തു? അയാൾക്ക് കൊടുക്കാനുള്ള 1 കോടി അങ്ങോട്ട് കൊടുത്തിട്ട് അയാൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയില്ല. അയാൾ എന്താ ചെയ്തത്? ഒരു ജനകീയ മുന്നേറ്റം, അയാളുടെ ഫാൻസ്, അയാൾ അറിയപ്പെടുന്ന ആൾക്കാർ, അയാളുടെ സപ്പോർട്ടേഴ്സ് എല്ലാവരും കൂട്ടിപ്പിടിച്ച് ഈ കൊടും ചൂടിൽ, കേരളത്തിലെ ചൂട് എല്ലാവർക്കും അറിയാലോ, ഈ കൊടും ചൂടിൽ അദ്ദേഹം മുന്നോട്ടിറങ്ങിയിട്ട് അവിടെ വെറുതെ ഇരിക്കുകയല്ല, ഓരോരുത്തരുടെയും കണ്ട് ഏതൊക്കെയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് തരത്തിൽ നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലേ. അപ്പോൾ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ബോച്ചയുടെ കുടുംബത്തിനും, എന്തായാലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഈ കോമാളിയായിട്ടുള്ളൊരു മനുഷ്യൻ ഇല്ലെങ്കിൽ എന്തെല്ലാം കാണിക്കുന്നത് ഇയാളുടെ ഒരു റീൽസ് കണ്ടിട്ട് ഈ ഫേസ്ബുക്കും മറ്റേ ഇൻസ്റ്റയൊന്നും തുറക്കാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ച് ആ സെയിം മനുഷ്യൻ, യു ആർ ഗ്രേറ്റ് ബോച്ചി. എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും, അതേപോലെ തന്നെ ആ റഹീമിൻ്റെ കുടുംബത്തിലെ റഹീമിൻ്റെ അമ്മയുടെ, നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആളുകളുടെ, അവരുടെ കുടുംബങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം എന്നെന്നും ഉണ്ടായിരിക്കും. എന്തായാലും കേരള ചരിത്രത്തിൽ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് കൂടി ഈ ഒരു ദൗത്യത്തിൽ സ്വർണ്ണലിപികളിൽ അല്ലെങ്കിൽ തങ്കലിപികളിൽ തന്നെ ശോഭിക്കും. ഇത് നമ്മൾ ഒരു കാര്യം പറയണല്ലോ, എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വിവേകം കൂടി മനുഷ്യനുണ്ടായിട്ടുണ്ടെങ്കിൽ
കുറേ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും, കുറേ വലിയ 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 ബിസിനസ് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഈ ഒരൊറ്റ ദൗത്യം ഏറ്റെടുത്തതിനാൽ നിങ്ങൾ വ്യത്യസ്തനായി. നിങ്ങളുടെ ഈ ഒരു നന്മ, അത് ഇനിയും ഒത്തിരി ഒത്തിരി നന്മകൾ നിങ്ങൾക്ക് ചെയ്യാൻ ദൈവം പൂർണ്ണായുസ്സും പൂർണ്ണ ആരോഗ്യം തരട്ടെ. അതേപോലെ തന്നെ ഇതിൽ ഭാഗഭക്കായിട്ടുള്ള ഓരോരുത്തർക്കും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുമല്ലോ, അതൊക്കെ വളരെ വളരെ ശരിയായ കാര്യങ്ങളാണ് ഈ വക നന്മ പ്രവൃത്തികളാൽ. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോരുത്തർക്കും മമ്മി ആൻഡ് മീയുടെ എല്ലാവിധ പ്രാർത്ഥനകളും എന്നെന്നും ഉണ്ടായിരിക്കും. പെട്ടെന്ന് അബ്ദുൽ റഹീം തിരിച്ച് നാട്ടിലെത്തി അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ. നന്ദി. ലവ് യു ഓൾ. ലവ് യു എവ്രിബഡി. Conquer the world with love. Love you, Boche. Love you. God bless you.